സഭ ഇവിടെ നടക്കുന്നത്. എന്റെ അടുത്ത് ആദ്യമേ തന്നെ പ്രസിഡന്റ് അവർ പറഞ്ഞു, നമുക്ക് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഉദ്ഘാടനം അവസാനിപ്പിക്കണം. കാരണം ഇതൊരു ആഘോഷത്തിന്റെ മൂഡാണ്. ഇവിടെ രാത്രി 1:30-2 മണി വരെ നമുക്ക് സമയം ചെലവിടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നും കൂടി മാഡം പറഞ്ഞു. ഇന്ന് ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സാധിക്കുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടി ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇല്ലാത്ത ഒരാൾക്കും ഇത്രയും സമയം ഇവിടെ വന്നിങ്ങനെ, അത് ആഘോഷത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അധ്യക്ഷ പ്രഭാഷണത്തിലും അതുപോലെ സ്വാഗത പ്രഭാഷണത്തിലും ഒക്കെ പറഞ്ഞു വെച്ചതിന്റെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോട് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എന്റെ ഈ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. പക്ഷെ ഇത്രയും പേര് ഒരുമിച്ച് കാണുന്ന സമയത്ത് ഒന്നും പറയാതെ തിരിച്ചു പോകുന്നതും ശരിയല്ല എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു വേദിയായിട്ട് ഞാൻ ഈ അവസരത്തിനെ കാണുകയാണ്. നമുക്കറിയാം 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹം അധികാരത്തിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം ആദ്യമായിട്ടാണ് പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് നിരവധി വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരിക്കൽ പോലും ഒന്ന് പാർലമെന്റ് കാണാൻ പോലും അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അദ്ദേഹം MP ആയതിനു ശേഷം ആദ്യമായി ജയിച്ചു. അദ്ദേഹം പാർലമെന്റിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹം പാർലമെന്റിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ എങ്ങനെയാണോ കടക്കുന്നത് അതേ ഭക്തിയോടുകൂടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കാലെടുത്ത് വെച്ചത്. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയായി. എന്നിട്ട് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ പ്രധാന സേവകനായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെന്നും പറഞ്ഞു. ഞാനൊരു ആമുഖമായിട്ടാണ് ഇത് പറയുന്നത്. കാരണം അങ്ങനെ പറഞ്ഞ് അദ്ദേഹം തന്റെ ഔദ്യോഗികമായിട്ട് ഈ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഈ നാട്ടിലെ ജനതയെ അഭിസംബോധന ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഭാരതത്തിലെ എല്ലാവരും വളരെ ഔത്സുക്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർത്തിരുന്നു. കാരണം അദ്ദേഹത്തിന് എന്തായിരിക്കും ആദ്യമായിട്ട് ഈ ഭാരതത്തിന്റെ ജനതയോട് പറയാനുണ്ടാവുക, എനിക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു. അങ്ങനെ 2014 അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കാതോർത്തിരുന്ന സമയത്ത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന്റെ വികസനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഈ രാജ്യത്തിന്റെ 50% വരുന്ന സ്ത്രീ ശക്തിയുടെ കരുത്തിനെയും കഴിവിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെയും കൂടി ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞെട്ടിപ്പോയി. പണ്ട് മഹാത്മാഗാന്ധി, അതിനു മുമ്പ് സ്വാമി വിവേകാനന്ദനൊക്കെ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിലെ അമ്മമാരുടെ കരുത്തിനെ വിശ്വാസത്തിലെടുക്കണം, ഈ നാട്ടിലെ സ്ത്രീ ജനങ്ങളുടെ കഴിവിനെ വിശ്വാസത്തിലെടുക്കണം, അവരെയും കൂടി ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ, ഈ രാഷ്ട്രത്തിന്റെ വികസന പ്രക്രിയയിൽ അവരെയും കൂടി പങ്കാളികളാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ രാഷ്ട്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ഒരു പ്രധാനമന്ത്രി രാജ്യത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരുപാട് പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയേണ്ടിയൊക്കെ വരും. കാരണം ആൾക്കാരെ പ്രചോദിപ്പിക്കാനൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് വിചാരിച്ചെങ്കിലും കഴിഞ്ഞ ഒരു 10 വർഷത്തിനിപ്പുറം നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആയിക്കൊള്ളട്ടെ, സുകന്യ സമൃദ്ധി യോജന ആയിക്കൊള്ളട്ടെ, ഉജ്ജൽ യോജന ആയിക്കൊള്ളട്ടെ, മുദ്ര യോജന ആയിക്കൊള്ളട്ടെ, ഞാൻ പദ്ധതികളുടെ പേരൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഏതു പദ്ധതിയാണെങ്കിലും നമ്മൾ എടുത്തു നോക്കൂ, അതിന്റെ പ്രഥമ ഗുണഭോക്താവ് അല്ലെങ്കിൽ ഉപഭോക്താവ് സ്ത്രീകളായിക്കൊണ്ടുള്ള ഒരു വലിയ വികസനമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അല്ലേ? ആർക്കെങ്കിലും അതിൽ എതിരഭിപ്രായമുണ്ടോ? ഉണ്ടാകാൻ വഴിയില്ല.
കാരണം നമുക്കറിയാം, ഒരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നത് സ്വതന്ത്രത്തിലേക്ക് തിരിച്ചു പോവുക എന്നാണ് അർത്ഥം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു തന്ത്രമുണ്ടായിരുന്നു, സ്വതന്ത്രം. പക്ഷെ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നാം പിടിച്ചു വാങ്ങിയെടുത്ത സ്വാതന്ത്ര്യത്തിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതം സഞ്ചരിച്ചിരുന്നത് എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള ഭരണത്തിന്റെ ദിനങ്ങളായിരുന്നു കുറെ കാലം ഈ ഇന്ത്യ അനുഭവിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏത് ദിശയിലൂടെയാണോ സ്വന്തം തന്ത്രത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതം പോകേണ്ടത്, അതേ ദിശയിലൂടെ ഭാരതം സഞ്ചരിച്ചപ്പോൾ ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്ന ബ്രിട്ടനെ പിറകിലാക്കിക്കൊണ്ട് നമ്മൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയായെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് നമ്മൾ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടുകൂടി തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു. ഇനി നമുക്ക് മുൻപിൽ ജർമ്മനിയും ചൈനയും അമേരിക്കയും മാത്രമേ ഉള്ളൂ. നമുക്കൊരു ലക്ഷ്യമുണ്ട്. 2048-47 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ഈ ഭാരതം ആചരിക്കുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ അഭിമാനകരമായിട്ടുള്ള, ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായിട്ട്, ലോകത്തിന്റെ മുകളിൽ ഏറ്റവും മികച്ച രാഷ്ട്രം എന്ന നിലയിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അത് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലാണെങ്കിൽ, സാമ്പത്തിക മേഖലയിലാണെങ്കിൽ, കാർഷിക മേഖലയിലാണെങ്കിൽ, വൈജ്ഞാനിക മേഖലയിലാണെങ്കിൽ, വിവരസാങ്കേതിക മേഖലയിലാണെങ്കിൽ, ഏതൊരു മേഖലയിലും 1ാം സ്ഥാനം അലങ്കരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് 2047 ഈ ഭാരതത്തിനെ കൊണ്ടെത്തിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാണ്? നമ്മളെ പോലെയുള്ളവരാണ്, ഈ നാട്ടിലെ അമ്മമാരാണ്. അവരുടെ കരുത്തിലും കഴിവിലും വിശ്വസിച്ചുകൊണ്ട് അവരെയും കൂടി ഈ രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിക്കൊണ്ട് മാത്രമേ വികസനം സാധ്യമാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോൾ ആ പ്രവർത്തന പദ്ധതിയിൽ പങ്കാളികളാകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നമ്മൾ ആലോചിച്ചു നോക്കൂ, നാരീശക്തി വന്ദൻ അധിനിയം എത്രയോ വർഷക്കാലമാണ് രാജ്യസഭയിലും ലോകസഭയിലും മാറി മാറി കളിച്ച് ആ ബില്ല് പെട്ടിക്കകത്തിരുന്നത്. പക്ഷെ അത് പാസാക്കി തന്നില്ലേ? ഈ രാജ്യത്തിന്റെ ഭരണ നിർവഹണ മേഖലയിൽ സ്ത്രീകളുടെ ചിന്തകൾക്കും കൂടി പ്രസക്തി ഉണ്ടാകണം. ഈ രാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ആ നിയമനിർമ്മാണത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അതിൽ ക്രിയാത്മകമായിട്ട് തങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്കും ഇന്നില്ല. 10% താഴെയാണ് ഭാരതത്തിന്റെ നിയമസഭകളിലും പാർലമെന്റിലുമുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം. അങ്ങനെ ആയാൽ പോരാ. ഈ രാജ്യത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക്, ഈ രാജ്യത്ത് നടക്കുന്ന നിയമനിർമ്മാണത്തിലേക്ക് ഒക്കെ ക്രിയാത്മകമായിട്ടുള്ള സംഭാവന ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കണമെങ്കിൽ 33% സ്ത്രീകളെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നാരീശക്തി വന്ദൻ അധിനിയം പാസാക്കി തന്നില്ലേ നമുക്ക്? എന്തൊക്കെ അവസരങ്ങളാണ് ഈ ഭാരതം നമുക്ക് മുൻപിലേക്ക് വെച്ചു നീട്ടുന്നത്? ചന്ദ്രനിൽ ആദ്യമായിട്ട് ചന്ദ്രന്റെ സൗത്ത് പോളിൽ ചെന്ന് ഇറങ്ങിയ ഇന്ത്യക്ക് ആ സ്ഥലത്തിന് ഒരു പേരിടണമെന്ന് തോന്നിയപ്പോൾ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ആ സ്ഥലത്തിന് കൊടുത്ത പേരെന്ന് പറയുന്നത് ശിവശക്തി എന്നായിരുന്നു. കാരണം ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് പുരുഷനും സ്ത്രീയുമെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ വികസന പ്രക്രിയകളിലും ഒരേപോലെ ഇടപെടാൻ വേണ്ടിയിട്ട് സ്ത്രീക്കും പുരുഷനും സാധിക്കണം എന്ന സന്ദേശമാണ് ഇന്ന് ലോകത്തിന് മുൻപിലേക്ക് ഭാരതം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മുൻപിലുള്ളത്. നമ്മൾ നോക്കാം, നമ്മുടെ പെൺകുട്ടികൾ അവർ സ്കൂളിൽ പോകുന്നു. അവിടെ നിന്ന് നമ്മൾ വളരെ മിടുക്കരായിട്ട് അവർ പഠിക്കുന്നു. അവർ കോളേജുകളിലേക്ക് പോകുന്നു. അവിടെയും അവർ ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നു. അവർ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നു. അവർ ചിലപ്പോൾ PhD എടുക്കുന്നു. അവർ ഡോക്ടറേറ്റ് നേടുന്നു. അങ്ങനെ വളരെ ഉന്നതമായ ഒരു വിദ്യാഭ്യാസം നമ്മുടെ പെൺകുട്ടികൾ, ഒരു പക്ഷേ ആൺകുട്ടികളെക്കാൾ കൂടുതൽ നമ്മുടെ പെൺകുട്ടികൾ വിദ്യാഭ്യാസ മേഖലകളിൽ മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ഈ രാജ്യത്തിന്റെ GDP പ്രദാനം ചെയ്യുന്നതിൽ, ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ സ്ത്രീകളുടെ പങ്ക് എത്രയാണ് എന്ന് ചോദിച്ചാൽ കേവലം 18% പെൺകുട്ടികളുടെ പങ്ക്.
കാരണം ഈ പഠനമൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് വന്ന് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജോലിക്കാരി എന്ന നിലയിൽ ഈ രാജ്യത്തിന് ക്രിയാത്മകമായ മാറ്റത്തിന്റെ ചാലകശക്തിയായിട്ട് വർത്തിക്കുവാൻ പലപ്പോഴും സാമൂഹ്യ സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല. ഇവിടെയൊക്കെയാണ് മാറ്റമുണ്ടാകേണ്ടത്. ഈ കാണുന്നത് മുഴുവൻ മാറ്റമാണ്. ഇവിടെ നേരത്തെ ഈ പഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ പുറത്തേക്ക് വരുവാൻ, ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ആട്ടവും പാട്ടുമായിട്ട് സന്തോഷിക്കുവാൻ, ഇങ്ങനെ സംഘടിക്കുവാൻ, കൂട്ടായ്മകൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഇവിടെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കേണ്ടവരല്ല, ഇവിടെ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട്, നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഈ ഭാരതത്തിന്റെ ശക്തിയെ, ഈ ഭാരതത്തിന്റെ കഴിവിനെ, ഈ ഭാരതത്തിന്റെ കരുത്തിനെ പ്രദാനം ചെയ്യേണ്ടവര് ഒരു തലമുറയിൽ നിന്ന് കുടുംബത്തിലൂടെ, ഒരു കുടുംബം നന്നാകുമ്പോൾ ഒരു സമൂഹം നന്നാകുന്നു, ഒരു സമൂഹം നന്നാകുമ്പോൾ ഒരു രാജ്യം നന്നാകുന്നു, ഒരു രാജ്യം നന്നാകുമ്പോൾ അത് ലോകത്തിന് മുഴുവൻ വെളിച്ചമാകുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാം ആരംഭിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ്. ആ സ്ത്രീ നമ്മൾ ഓരോരുത്തരുമാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ തിരിച്ചറിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ പുരോഗതി, അതിനു വേണ്ടിയിട്ട് ഒരല്പം സമയം ഈ രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കുന്നത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമൂഹിക പ്രതിബദ്ധതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ഒരുമിച്ചിരിക്കുന്നതെങ്കിൽ ഇതിനു സാധിക്കാത്ത നിരവധി ലക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്കറിയാം. അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരെയും കൂടി ഈ രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രം നമ്മുടെ മുൻപിലേക്ക് സ്വർണ്ണ തളികയിൽ വെച്ച് നീട്ടുന്ന അവസരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നത് പോലെ മറ്റുള്ളവരെയും പ്രാപ്തരാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വലിയ ഒരു കൂട്ടായ്മ, ഈ വനിതാ ജംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.